വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 314. വിജയത്തിന്റെ രസതന്ത്രം തിരിച്ചറിയുക. ജീവിത വിജയം യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ പരിശ്രമങ്ങളും ആത്മാർത്ഥതയുമുള്ളവർക്കാണ് എന്നും ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയം ഒരു ലക്ഷ്യസ്ഥാനമല്ല, യാത്രയാണ്. വിജയിച്ച ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ പാകപ്പെടുത്തിയ, വിജയത്തിലേക്ക് അവരെ എത്തിച്ച ജീവിത പാഠങ്ങളുണ്ടാകും. അവ ഒരുപക്ഷെ പരാജയങ്ങളോ പരീക്ഷണങ്ങളോ ആയിരിക്കാം. എന്നാൽ അവയാണ് ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും എത്താൻ അവർക്ക് പ്രചോദനമായത്. നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയവരുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്നത് പലപ്പോഴും പ്രയോജനകരമായേക്കും. പരാജയപ്പെടുവാൻ ധൈര്യം കാണിക്കുക എന്നതാണ് വിജയം ആഗ്രഹിക്കുന്നവർക്കുണ്ടാവേണ്ട ആദ്യ ഗുണം. വിജയത്തിന്റെ എതിർപദമാണ് പരാജയമെങ്കിലും ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പരാജയം. വിജയത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരും പരാജയങ്ങളെ തങ്ങളുടെ ജീവിതയാത്രയിലെ ഒഴിവാക്കാൻ കഴിയാത്ത, പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായാണ് വിലയിരുത്തുന്നത്. അപവാദങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മിക്ക കേസുകളിലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മഹാത്ഭുതമല്ല വിജയം. ക്ഷമയും നിശ്ചയദാർഢ്യവും മനസ്സാന്നിധ്യവും ഉണ്ടെങ്കിലേ എത്ര വലിയ തടസ്സങ്ങൾക്കിടയിലും മുന്നേറാൻ സാധിക്കുകയുള്ളൂ. പ്രഭാതത്തിലെ അരുണോദയത്തിന് തകർക്കാൻ കഴിയാത്തത്ര ഇരുട്ടൊന്നും ഒരു രാത്രിക്കുമില്ല എന്ന ബോധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കരുത്ത്. ആത്മവിശ്വാസവും സ്ഥിരതയും സ്മാർട്ട് വർക്കും ജീവിത പാഠങ്ങളുമൊക്കെ വിജയപാതയൊരുക്കുന്ന സുവർണ കവാടങ്ങളാണ്. വിജയത്തിന്റെ പാതയിൽ റിസ്കുകളും ഉണ്ടാകാം. എല്ലാ റിസ്കുകളും ഒരുപോലെയാവില്ല. റിസ്കുകൾ എടുത്താലുള്ള ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി പഠിച്ച് അവയുടെ പ്രതിഫലം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചതിനു ശേഷമാണ് റിസ്ക് ഏറ്റെടുക്കേണ്ടത്. നാം ആരുമായി കൂട്ടുകൂടുന്നുവെന്നത് നമ്മുടെ ജീവിത വിജയങ്ങളിലും പരാജയങ്ങളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ പോസിറ്റീവ് സർക്കിൾ രൂപീകരിക്കാനും ടോക്സിക്കായ ആളുകളിൽ നിന്ന് മാറി നിൽക്കാനും ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് കഠിനാധ്വാനം കൊണ്ട് മാത്രം കാര്യമില്ല, സ്മാർട്ടായി ജോലി ചെയ്യണം. വിജയരഹസ്യമറിയുന്നവർ ദൗത്യങ്ങൾക്ക് മുൻഗണന നൽകുകയും മികച്ച ഫലം നൽകുന്ന ദൗത്യങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്യും. വിജയത്തിലേക്കുള്ള 15 പടവുകൾ എന്ന തലക്കെട്ടിൽ ഈയിടെ വായിച്ച ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം. 1. മുമ്പത്തെ നേട്ടങ്ങൾ ഓർത്തിരിക്കുക. പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പറ്റാത്ത വിധം തളർന്നു നിന്നേക്കാം. ലക്ഷ്യങ്ങളിലെത്തില്ല എന്ന തോന്നലുണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ മുമ്പ് ലഭിച്ച അംഗീകാരങ്ങളും നേട്ടങ്ങളും ഓർത്തിരിക്കുന്നത് ഗുണം ചെയ്യും. ഇതുവരെ നേടാൻ കഴിയാത്ത കാര്യങ്ങൾ തീർച്ചയായും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഉത്തേജകമായി പ്രവർത്തിക്കും. 2. മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ജീവിത വിജയം ഒറ്റയടിക്ക് നേടാനായെന്ന് വരില്ല. അതിന് കുറുക്കുവഴികളുമില്ല. വിജയത്തിലേക്കുള്ള പാതയിൽ നിരവധി തടസ്സങ്ങൾ സാധാരണമാണ്. അത്തരം തടസ്സങ്ങൾ ഒരു പരിധിവരെ മുൻകൂട്ടി കാണാനും എങ്ങനെ നേരിടണം എന്ന് പ്ലാൻ ചെയ്യാനും കഴിഞ്ഞാൽ യാത്ര കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 3. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ജോലിയായി തോന്നില്ല. മറിച്ച് അത് ചെയ്യാനാണ് ജീവിക്കുന്നത് എന്നാണ് അനുഭവപ്പെടുക. ഇക്കാര്യം കൂടുതൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാനും കൂടുതൽ കരുത്തോടെ ലക്ഷ്യത്തിലേക്ക് എത്താനും സഹായിക്കും. 4. തോൽവി സാധാരണം. മികച്ച ജീവിത വിജയം നേടിയവരെല്ലാം തന്നെ ജീവിതത്തിൽ പലതവണ പരാജയപ്പെട്ടവരാണെന്നറിയുക. എല്ലാ തവണയും വിജയത്തിലേക്ക് എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പരാജയം നേരിടാനും തയ്യാറെടുക്കുക. 5. അബദ്ധങ്ങളിൽ നിന്നും പഠിക്കുക. പരാജയങ്ങളും അബദ്ധങ്ങളും സാധാരണം. അതിൽ നിന്നും നിരവധി പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു തവണ പരാജയപ്പെടുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വ്യത്യസ്തമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. 6. ഏറ്റവും മോശമായതിനെ നേരിടാൻ സജ്ജരായിരിക്കുക. ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും മോശമായ അവസ്ഥയെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. അത്തരം ഘട്ടങ്ങൾ അഭിമുഖീകരിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്ന് സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. 7. എല്ലായ്പ്പോഴും മികച്ച രീതിയിൽ സമയം ഉപയോഗിക്കുക. മടിപിടിച്ചിരിക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ എവിടെയും എത്തിക്കില്ല. കൃത്യമായ രീതിയിൽ ജീവിതത്തിൽ സമയം കണക്കുകൂട്ടി ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ സമയനഷ്ടം പരിഹരിക്കാനാവൂ. കൂടുതൽ മികച്ച രീതിയിൽ സമയം ഉപയോഗിക്കുക വഴി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 8. ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുക. എങ്ങോട്ടാണ് യാത്ര എന്നറിയില്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയും എത്താനാകില്ല. ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. നേടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. 9. ആത്മനിയന്ത്രണം അത്യാവശ്യം. ആത്മനിയന്ത്രണത്തോടെ മുന്നോട്ടു പോവുക. ചിലപ്പോൾ ലക്ഷ്യത്തിലെത്താനായി ഉപേക്ഷിക്കേണ്ടി വരുന്ന ചില ചെറിയ സംഗതികളുണ്ടാകാം.
എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ആഗ്രഹിച്ചത്ര പണം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. സമയം ആഗ്രഹിച്ച പോലെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ദുഃഖിച്ചു നിൽക്കാതെ മുന്നോട്ടു നീങ്ങുക. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 10. എടുത്തുചാടി പ്രവർത്തിക്കരുത്. ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെപ്പറ്റി കാര്യമായി ആലോചിക്കുക. 11. വളർച്ച നിരീക്ഷിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന വളർച്ചയെ നിരന്തരം നിരീക്ഷിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യണം. ലക്ഷ്യത്തോട് എത്ര അടുത്തെത്തിയെന്ന് മനസ്സിലാക്കാനും ആവശ്യമായ മാറ്റങ്ങൾ മുമ്പുണ്ടാക്കിയ കണക്കുകൂട്ടലുകളിൽ വരുത്താനും അത്യാവശ്യമാണ്. 12. ഫലപ്രദമായ ആശയവിനിമയം നടത്തുക. ജീവിത വിജയം നേടിയവരെല്ലാം നന്നായി ആശയവിനിമയം നടത്തുന്നവരായിരിക്കും. സഹായം ആവശ്യപ്പെടുന്നതിനും മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും അവരെ പ്രചോദിപ്പിക്കുന്നതിനുമെല്ലാം അത്തരക്കാർ സമർത്ഥരായിരിക്കും. 13. സ്വയം വിശ്വസിക്കുക. നിങ്ങൾ സ്വയം വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കുക. വിജയത്തിലേക്കുള്ള പാതയിൽ നിങ്ങളുടെ കഴിവുകളെയും ആത്മാർത്ഥതയെയും വിശ്വസിക്കാത്ത നിരവധി ആളുകളെ കണ്ടുമുട്ടിയേക്കാം. അത്തരം ആളുകൾ പറയുന്നത് കേട്ട് തളരാതിരിക്കാൻ ഈ വിശ്വാസം സഹായകമാകും. 14. മാറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുക. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിനൊപ്പം മാറാൻ വിസമ്മതിക്കരുത്. മാറ്റം നല്ലതായി കാണുക. 15. സഹായം ആവശ്യപ്പെടുക. വിജയം നേടിയവരെല്ലാം മറ്റുള്ളവരുടെ സഹായം ചോദിക്കാൻ മടിയില്ലാത്തവരായിരുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും. അത്തരം സന്ദർഭങ്ങളിൽ അതിനു മടിക്കരുത്. ജീവിത വിജയം നിരന്തരമായ പരിശ്രമങ്ങളുടെയും നിലപാടുകളുടെയും ഫലമായി സംഭവിക്കുന്നതാണ്. ഇക്കാര്യം തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കാനും നടപ്പാക്കാനുമുള്ള ആർജവമാണ് നമുക്കാവശ്യം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.